തയ്യാറാക്കുന്നത്. ഇതിനു വേണ്ടി ഒരു പാക്കറ്റ് വീറ്റ് നൂഡിൽസ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ക്യാപ്സിക്കം. ഇവിടെ ഞാൻ റെഡ്, ഗ്രീൻ, യെല്ലോ കളറുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഒണിയൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു കപ്പ് കാബേജ്. ക്യാപ്സിക്കം രണ്ടായി കട്ട് ചെയ്ത് സീഡ്സ് ഒക്കെ എടുത്ത് മാറ്റി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. എല്ലാ ക്യാപ്സിക്കത്തിൻ്റെയും പകുതി മാത്രമേ ഞാനിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു ഫുൾ ക്യാപ്സിക്കം ഞാനിവിടെ എടുക്കുന്നില്ല. ഇവിടെ ഞാനൊരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് ഉള്ളി. ഉള്ളിയും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് കാബേജ്. പകുതി കാബേജ് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് സ്പ്രിംഗ് ഒണിയൻ ആണ്. സ്പ്രിംഗ് ഒണിയൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നൂഡിൽസ് വേവിക്കാനായി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചൂടായാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എള്ളെണ്ണയോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വീറ്റ് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. നൂഡിൽസ് വേവേണ്ട ടൈം പാക്കറ്റിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാകും. അതനുസരിച്ച് വേവിക്കേണ്ടതാണ്. നൂഡിൽസ് ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നൂഡിൽസ് കുക്കായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചുകൊണ്ട് നൂഡിൽസ് പരസ്പരം ഒട്ടിപ്പിടിക്കുന്നില്ല. ഇനി നൂഡിൽസ് ഒരു അരിപ്പയിലോട്ടേക്ക് മാറ്റാം. ചൂടുള്ള നൂഡിൽസിന്റെ മുകളിലായി നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. നൂഡിൽസിലെ വെള്ളം പോകാനായി കുറച്ച് സമയം മാറ്റിവെക്കാം. ഇനിയൊരു പാൻ വെച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് നേരം വെളുത്തുള്ളി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കാബേജും ഉള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഓവറായിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല. ഇനി വേവിച്ചു വച്ചിരിക്കുന്ന വീറ്റ് നൂഡിൽസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നൂഡിൽസ് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ടേസ്റ്റിനനുസരിച്ച് പെപ്പർ പൗഡറും വിനെഗറും ചേർത്ത് കൊടുക്കാവുന്നതാണ്.
ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. എൻ്റെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു.